ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് കുറച്ച് ചെങ്കലവ മീൻ കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെ സ്വാദ് കൂട്ടാമെന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഞാനെന്ത് തേങ്ങ അരച്ച് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ടെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടുന്ന ചേരുവയാണ് മാങ്ങ. ഇപ്പം അങ്ങോട്ട് മാങ്ങയുടെ സീസണാണ്. നമ്മൾ മാങ്ങ ഇട്ടുള്ള പല കറികളും വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ ചെയ്യണമെന്നുള്ളത് പരിചയപ്പെടുത്താം. രുചി കൂട്ടാൻ ആവശ്യമായിട്ടുള്ള ചേരുവകളാണ് തേങ്ങ, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, മുളക് പൊടി, ചെറിയ ഉള്ളി. ഇത് നല്ലപോലെ ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ചേരുവകളെല്ലാം നമ്മൾ പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കലത്തിലോട്ട് മാറ്റാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പെടുക്കുക. നമുക്ക് അരപ്പ് കലക്കിയെടുക്കാം. നമ്മൾ സ്വല്പം ഗ്രേവിയോട് കൂടിയുള്ള കറിയാണ് വെക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ആദ്യമേ തന്നെ നമ്മൾ ചേർക്കണം. ഏത് കറിക്കും നമ്മൾ വെള്ളം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേവാനുള്ള വെള്ളം ആദ്യമേ തന്നെ ഒഴിക്കണം. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടും. പിന്നെ അഥവാ ഇടയ്ക്ക് ഒഴിക്കേണ്ടി വന്ന പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവൂ. പിന്നെ അടച്ചു വെക്കുന്ന കറികളൊക്കെ ആണെങ്കിൽ വെള്ളം കുറച്ച് മതി. കാരണം അതിൽ നിന്ന് ആവി തട്ടി തന്നെ കുറേ വെള്ളം അതിനകത്തോട്ട് തന്നെ വീഴും. അപ്പോൾ നമ്മൾ അരപ്പെല്ലാം നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങയൊക്കെ എടുക്കുമ്പം മാങ്ങയുടെ പുളി ഉണ്ടല്ലോ, ചില മാങ്ങയ്ക്ക് പുളി കൂടുതൽ കാണും. അപ്പം ക്വാണ്ടിറ്റി കുറച്ചെടുക്കുക. പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുക. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നല്ലതായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പം വെന്ത് വരുമ്പോൾ നമുക്ക് ഈ ഗ്രേവി കിട്ടണം. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. അരപ്പ് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. നമുക്ക് സ്വല്പം കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ അടച്ച് വെച്ച് ഒന്ന് തിള വരുന്നിടം വരെ വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് മാറ്റാം. നമ്മുടെ മീൻകറി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ പച്ചയ്ക്കിടാം. സ്വല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് ചുറ്റിക്കറക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.